2014 ഇലക്ഷന്റെ പ്രൊപ്പഗാൻഡ സമയത്ത് നരേന്ദ്രമോദിയുടെ ആൾക്കാർ പറഞ്ഞത് 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും ലഭ്യമാക്കും എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന നരേന്ദ്രമോദി എന്ത് ചെയ്തു? പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുത്തനെ വർദ്ധിപ്പിച്ചു. അതിനുമേൽ സെസ്. എന്തിനായിരുന്നു സെസ്? അതിന് പല കാരണങ്ങൾക്ക് വേണ്ടിയാണ് സെസ് ഏർപ്പെടുത്തിയത്. എന്താണെങ്കിലും അതാണ് സെസ്, അതുപോലെ സർചാർജ്. ഈ രണ്ടും വളരെ കൂട്ടി കൊണ്ടുവന്നു 2014 മുതൽ. ഇത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? സംസ്ഥാനങ്ങൾക്ക് നികുതിയോ സെസ്സോ പിരിക്കാനുള്ള ആ സാഹചര്യം പരിമിതപ്പെട്ടു വരും. എങ്ങനെ പരിമിതപ്പെട്ടു വരും? കേന്ദ്രം ഏർപ്പെടുത്തിയ, അതായത് പെട്രോൾ തന്നെ എടുത്തോളൂ, കേന്ദ്രം ഏർപ്പെടുത്തിയ നികുതിക്ക് മേലാണ് സംസ്ഥാനത്തിന് ബജറ്റ് വഴിയായിട്ട് 1% 0.5% ഒക്കെ നികുതി ചെലുത്താവുന്നത്. അതുപോലെ തന്നെ സെസ് ചെലുത്താവും. കാരണം എല്ലാം വഹിക്കേണ്ടത് ഒരു ജനതയാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോ സംസ്ഥാനങ്ങളെ സംഘർഷത്തിലാക്കാനുള്ള, അവരുടെ വിഭവ സമാഹരണ ശേഷി വെട്ടിക്കുറയ്ക്കാനുള്ള നേരിട്ട ഒരു നടപടിയാണ് സെസ്, സർചാർജ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സംസ്ഥാനങ്ങളുടെ വിഭവ സമാഹരണ ശേഷിയെ പ്രതിസന്ധിയിലാക്കി നരേന്ദ്രമോദി എന്നാണ്, അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ എന്നാണ്, കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് ഈ അവസാന വട്ടം ഇപ്പോൾ ശ്രീ ബാലഗോപാൽ സുപ്രീം കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അത് എത്ര ശതമാനം? അതായത് 2017, 17, 18, 22, 23 കാലഘട്ടത്തിനിടയ്ക്ക് 133% വർധനവാണ് സെസ്സിൽ തന്നെ ഉണ്ടായത്. അതുപോലെ തന്നെ വർധനവ് സർചാർജിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രമേൽ വരില്ല. 2010 ആകെയുള്ള നികുതിയുടെ 10% സെസ്. 2019 ആയപ്പോഴേക്കും അത് 18% വർദ്ധിച്ചു. അതായത് UPA ഗവൺമെന്റ് കാലത്ത് സെസ് 10% എങ്കിൽ NDA ഗവൺമെന്റ് ഭരണത്തിൽ വന്ന് 2019-20 ആകുമ്പോഴത്തേനും അത് 18% വർദ്ധിപ്പിച്ചു. 2023 ആയപ്പോഴത്തേക്കും അത് 28.1% വർദ്ധിപ്പിച്ചു. അപ്പൊ ആകെപ്പാടെ ഈ സെസ്സും സർചാർജുമായി കളക്ട് ചെയ്ത എമൗണ്ട് 15,34,000 കോടി. ഇതാണ് ശ്രീ ബാലഗോപാൽ പറഞ്ഞത്. ഇങ്ങനെ സെസ്, സർചാർജ് എന്ന രീതിയിൽ ഇത് കളക്ട് ചെയ്യുന്നതിന് പകരം നികുതിയായിട്ട് കളക്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് സെൻട്രൽ പൂളിൽ വരും. സെൻട്രൽ പൂളിൽ വന്നാൽ സംസ്ഥാനങ്ങൾക്ക് ഷെയർ ചെയ്ത് അതിന്റെ പങ്ക് കിട്ടും. അപ്പൊ അത് നിഷേധിച്ചുകൊണ്ട് സംഘർഷത്തിലാക്കുകയായിരുന്നു നികുതി സമാഹരണത്തിൽ എന്ന് വളരെ വസ്തുനിഷ്ഠമായി ആകർഷണീയമായ രീതിയിൽ ഒരു ആർഗ്യുമെന്റ് അദ്ദേഹം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അടിവരയിടേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് സുപ്രീം കോടതി മുഖവിലേക്ക് എടുക്കുകയും, കാരണം ഏത് അന്വേഷണം നടത്തിയാലും സുപ്രീം കോടതിക്ക് മനസ്സിലാകും ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന്. അപ്പൊ അങ്ങനെ സംസ്ഥാനം ഒരടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കേന്ദ്രവുമായിട്ടുള്ള ആ ശീതസമരത്തില്. ഇനി ഒരു കാര്യവും കൂടി പറയാനുണ്ട്. ഇങ്ങനെ സെസ്സും സർചാർജും വഴി സംസ്ഥാനങ്ങളെ സംഘർഷത്തിലാക്കി എന്ന് മാത്രമല്ല, വേറെ ഒരടി കൂടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റ് കണ്ടോ കണ്ടില്ലയോ എന്നറിഞ്ഞുകൂടാ. അതായത് സംസ്ഥാനവും കേന്ദ്രവും കൂടി പങ്കിട്ട് നടത്തുന്ന പ്രോപ്പർ, അതായത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്? നിങ്ങൾ സെസ് പിരിച്ചോളൂ കേന്ദ്രം, പക്ഷെ അത് അങ്ങനെ പിരിച്ചെടുക്കുന്ന സെസ് നിങ്ങൾക്ക് മാത്രമായി ചെലവഴിക്കരുത്, സംസ്ഥാനവും നിങ്ങളും കൂടി പങ്കിടുന്ന പദ്ധതികളിൽ വേണം അത് ചെലവഴിക്കാൻ എന്നാണ്. എന്ന് വെച്ചാല് ഇപ്പൊ PM കിസാൻ എന്നൊരു പ്രോഗ്രാം ഉണ്ടെന്നിരിക്കട്ടെ, അത് 80% കേന്ദ്രവും 20% സംസ്ഥാനവും ചെലവഴിക്കുന്ന പ്രോഗ്രാമാണോ? അങ്ങനെയുള്ള പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സെസ് ഈ 15,40,000 കോടി സെസ് പിരിച്ച ഗവൺമെന്റ് എന്താ ചെയ്തത്? ആ പിരിച്ച സെസ് കൊണ്ട് കാര്യങ്ങൾ നടത്തി എന്ന് മാത്രമല്ല, ഒരടി കൂടി സംസ്ഥാനങ്ങൾ കൊടുത്തു. എന്താണത്? നേരത്തെ തന്നെ, അതായത് UPA ഗവൺമെന്റ് കാലത്ത് തന്നെ തുടങ്ങിയ പദ്ധതികളാണ് പേര് മാറ്റി, ഓരോരോ പേര് മാറ്റി, നരേന്ദ്രമോദിയുടെ മുഖം മിനുക്കുന്ന പേരുകളാക്കി മാറ്റിയിട്ടത്. അതിന്റെ തന്നെ ഒരടി. എങ്ങനെയാ ആ അടി കൊടുത്തത്? അത് കനത്ത പ്രഹരമായിരുന്നു. അതായത് കേന്ദ്രത്തിന്റെ ഷെയർ കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിച്ചു. അപ്പൊ സെസ്സും സർചാർജും വഴി അവരെ അടിച്ചു. രണ്ടാമത് അവരുടെ പങ്ക് വർദ്ധിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് വർദ്ധിപ്പിച്ചും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ അടിച്ചിരിക്കുന്നു. അതാണ് യഥാർത്ഥ അടിയായിട്ട് നാം കാണേണ്ടത്. ഇങ്ങനെ സംസ്ഥാനങ്ങളെ ആകപ്പാടെ സംഘർഷത്തിൽ ആർത്തുന്ന
ആഴ്ത്തുന്നത് തീർച്ചയായിട്ടും ഫെഡറൽ പ്രിൻസിപ്പിൾസിന് ഒരു തരത്തിലും നിരക്കുന്നതല്ല. ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കേന്ദ്രത്തോട് മല്ലടിക്കേണ്ടതാണ്.